നമ്മൾ ലാസ്റ്റ് ദിവസം നോക്കിയിരുന്ന റിഡംഷൻ ബൈ കൺവേർഷൻ എന്നുള്ള ആ ഒരു മെത്തേഡിന്റെ ജേണൽ എൻട്രീസും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ജേണൽ എൻട്രീസ് നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ജേണൽ എൻട്രീസ് ഇങ്ങനെ വെറുതെ ഒരുപാട് സിറ്റുവേഷൻസിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ജേണൽ എൻട്രീസ് ഇങ്ങനെ നിരത്തി എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ എല്ലാം ഒരേ പോലെ തന്നെയാണ് ജേണൽ എൻട്രീസ്, ഒരു മാറ്റമില്ല. അപ്പൊ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. അതൊന്നും അങ്ങനെ അങ്ങ് സിറ്റുവേഷൻ വൈസ് എന്താണ് അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. പ്രോബ്ലം വായിച്ച് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ജേണൽ എൻട്രി നിങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കണം എല്ലാവരും. അന്നാന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ അന്നാന്ന് തന്നെ നോക്കി പോവാ കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. നോക്കി, ഹരി ലിമിറ്റഡ് ഹാഡ് ഓൺ 1st January 2019 issued 12% debentures of ₹100 each at 90 per debenture. Okay. Debentures are redeemable at the end of 5 years. ഹരി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി ജനുവരി 1, 2019 10,000 12% ഡിബഞ്ചേഴ്സ്, 100 രൂപ വരെ വരുന്ന ഡിബഞ്ചേഴ്സ് 90 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഇഷ്യൂ നടത്തി. ഓക്കെ, അപ്പൊ അവര് ആ ഡിബഞ്ചർ ഇഷ്യൂ നടത്തിയ സമയത്ത് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. കാരണം എന്താണ്? 100 രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ് അവർ 90 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പൊ 100 രൂപയുള്ള വില ഡിബഞ്ചർ 90 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് ദി എൻഡ് ഓഫ് 5 ഇയർ. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ കമ്പനി ഉദ്ദേശിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, then the debentures may be converted into equity shares of ₹10 each at a premium of 3.5 per share after the expire of 3 years. അതായത് ഈ ഡിബഞ്ചേഴ്സ് എന്താണ് കമ്പനി വിചാരിക്കുന്നത്? അതിനെ കൺവേർട്ട് ചെയ്യാനാണ്. എന്താക്കി കൺവേർട്ട് ചെയ്യാനാണ്? റെഡീം ചെയ്യുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് റെഡീം ചെയ്യാൻ കമ്പനി തീരുമാനിച്ചത്. പക്ഷെ 3 വർഷം കഴിഞ്ഞപ്പോൾ കമ്പനി എന്ത് തീരുമാനിച്ചു? ആ ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കൺവേർട്ട് ചെയ്യാൻ ഇപ്പൊ ഡിബഞ്ചറിനെ വേറൊരു ഫോമിലേക്ക്, ഒന്നുകിൽ പുതിയ ഡിബഞ്ചർ ആക്കാം, ന്യൂ ഡിബഞ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം, പുതിയൊരു പ്രിഫറൻസ് ഷെയർ ആക്കി മാറ്റാം. അങ്ങനെ ഇവിടെ കമ്പനി തീരുമാനിച്ചത് എന്താണ്? അതിനെ ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. ഓക്കെ, എത്ര രൂപ വിലയുള്ള? ഫേസ് വാല്യൂ 10 രൂപയാണ്. അതുപോലെ തന്നെ പ്രീമിയം 3.5 ആണ്. അതായത് 3.5 പ്രീമിയവും ഫേസ് വാല്യൂ 10 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇഷ്യൂ പ്രൈസ് എങ്ങനെയായിരിക്കും? ഇഷ്യൂ പ്രൈസ് ആണ് 13.5 ആയിരിക്കും അല്ലെ? ആ ഒരു ഇക്വിറ്റി ഷെയർ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കുന്നത് 13 രൂപയ്ക്കാണ്. അതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ്? ആഫ്റ്റർ ദ എക്സ്പയർ ഓഫ് 3 ഇയർ, 3 വർഷത്തിന് ശേഷം കേട്ടോ. ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്നത് 2019 ജനുവരി 1-നാണ്. അതിന് 3 വർഷങ്ങൾക്ക് ശേഷം കമ്പനി എന്ത് തീരുമാനിച്ചു? ആ ഡിബഞ്ചർ ഹോൾഡർക്ക് ഇക്വിറ്റി ഷെയർ നൽകാൻ തീരുമാനിച്ചു. ഓക്കെ, കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഡിബഞ്ചറിന്റെ പകരം ഇക്വിറ്റി ആക്കി മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ മാറ്റാൻ തീരുമാനിക്കുന്ന സമയത്ത് ഒരു ഇക്വിറ്റിക്ക് അവർ ഈടാക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം അടക്കം 13.5 രൂപയാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ നിന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത പാരഗ്രാഫ് നോക്കുക. ഡിബഞ്ചർ ഹോൾഡർ ഹാവിംഗ് 3,000 ഡിബഞ്ചേഴ്സ് വാണ്ട് ടു എക്സൈസ് ദി ഓപ്ഷൻ ഇമീഡിയറ്റ്ലി ഓൺ എക്സ്പയർ ഓഫ് 3 ഇയർ. അതായത് മൊത്തം 10,000 ഡിബഞ്ചർ ഉണ്ടല്ലോ. ആ 10,000 ഡിബഞ്ചറിൽ 3,000 ഡിബഞ്ചർ എന്ത് തീരുമാനിച്ചു? ആ എന്താണ് 3 വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് കമ്പനി നൽകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സ്വീകരിക്കാൻ ആ 3,000 ഡിബഞ്ചേഴ്സ് തീരുമാനിച്ചു. ഓക്കെ, ഒരു 3,000 ഡിബഞ്ചേഴ്സ് എന്താണ് നിലവിലുള്ള ഡിബഞ്ചറിനെ ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ അവര് കൺവേർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ അവർ സ്വീകരിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം എന്നും പറയുന്നുണ്ട്. ഓക്കെ, പാസ് ജേണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ കൺവേർഷൻ. അപ്പൊ ഈ ഇഷ്യൂവിനുള്ള ജേണൽ എൻട്രി എഴുതണം. അത് റിഡംഷൻ ബൈ കൺവേർഷൻ ഉള്ള ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂവിനുള്ള ജേണൽ എൻട്രി എഴുതണം. അതുപോലെ റിഡംഷൻ ബൈ കൺവേർഷൻ ഉള്ള എൻട്രി എഴുതണം കേട്ടോ. അപ്പം ഇഷ്യൂവിനുള്ള ജേണൽ എൻട്രി നമുക്ക് അറിയാം. എന്താ ഇഷ്യൂവിനുള്ള ജേണൽ എൻട്രി? ഇഷ്യൂവിനുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? എന്താ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്? ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടും അല്ലെ? ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടും. ദെൻ എന്താണ് ഒരു പുതിയൊരു ലയബിലിറ്റി ഉണ്ടാവും ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ കമ്പനിയുടെ പോയിന്റാ ചിന്തിക്കേണ്ടത്. കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ കമ്പനിയിലേക്ക് ക്യാഷ് വരുന്നു. കമ്പനിക്ക് ഒരു പുതിയൊരു ലയബിലിറ്റി, ആ ലയബിലിറ്റിയുടെ പേരാണ് ഡിബഞ്ചർ. അങ്ങനെ ലയബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ പ്രോബ്ലം നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ ജനുവരി 1, 2019 ജനുവരി 1, 2019 ഇഷ്യൂ നടത്തിയപ്പോൾ ആ ഡിബഞ്ചറിനെ എങ്ങനെയാണ് ഇഷ്യൂ നടത്തിയത്? ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ?
ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണ്. പിന്നെ റിഡംഷൻ നടത്തേണ്ടിയിരുന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, പക്ഷെ റിഡംഷൻ നടത്തിയത് ഇവിടെ 3000 ഡിബഞ്ചറിന്റെ റിഡംഷൻ നടത്തിയത് എന്നാണ്? ആ ഡേറ്റിന് മുമ്പാണ്, 3ാമത്തെ വർഷമാണ്. അപ്പോ എക്സ്പയർ ഡേറ്റിന് മുമ്പാണ് എന്തിവിടെ ഇവിടെ റിഡംഷൻ നടന്നിട്ടുള്ളത്. എക്സ്പയർ ഡേറ്റിന് മുമ്പാണ് ഇവിടെ റിഡംഷൻ നടത്തിയത്. ആ ഒരു കാര്യം ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് പറഞ്ഞ ജേണൽ എൻട്രിയുടെ ഒരു കേസാണത്. അതായത് എന്താണ്, ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണ് എങ്കിൽ, ഓക്കെ, അതിന് നമ്മൾ എന്താണ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഷെയർ ഈക്വലായിട്ട് കൊടുക്കും എന്ന് കണ്ടുപിടിക്കണം. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ലാസ്റ്റ് ജോയിൻ ചെയ്ത ആള് ആ മൈക്ക് ഒന്ന് ഓഫ് ആക്കും കേട്ടോ. ഇഷ്യൂവിന്റെ സമയത്തുള്ള ജേണൽ എൻട്രി നമ്മൾ ഇവിടെ എഴുതണം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് കാശ് വരികയാണ്. ഇഷ്യൂ നടത്തുന്നത് ജനുവരി 1-നാണ് ഇഷ്യൂ നടത്തിയത്. അപ്പോൾ ജനുവരി 1, 2019 ഇഷ്യൂ നടക്കുന്നത്. ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആവുന്ന കേസിൽ റിഡംഷൻ നടത്തുന്നത് എന്താണ്, ബിഫോർ മെച്യൂരിറ്റി പീരീഡ്, മെച്യൂരിറ്റി പീരീഡിന് മുമ്പാണ് എങ്കിൽ ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇഷ്യൂ പ്രൈസ് എത്രയാണ്, അതായത് നമ്മൾ ഇഷ്യൂ നടത്തിയ സമയത്ത് 10 രൂപ കുറച്ചിട്ടാണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്, അതായത് 90 രൂപയ്ക്കാണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഇഷ്യൂ പ്രൈസ് വെച്ചിട്ടുള്ള എമൗണ്ടിന്റെ മുകളിൽ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കാരണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് നമ്മളിപ്പോ എന്താണ് 100 രൂപ ഷെയറിന്റെ വില എന്ന രീതിയിൽ നമ്മൾ 100 രൂപയുടെ മുകളിൽ എന്താണ് ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ നടത്തുന്നത് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിലേക്ക് അത് മാറും. ഓക്കെ, അപ്പൊ അത് ആ പുതിയ ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ ഡിസ്കൗണ്ടിൽ നൽകാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. നമ്മുടെ കമ്പനീസ് ആക്ടിൽ പുതിയ ഇക്വിറ്റി ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ നേരത്തെ ഇഷ്യൂ നടത്തിയത് ഡിസ്കൗണ്ടിലാണ് എങ്കിൽ ആ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ എത്ര ഷെയർ ആണ് ഇപ്പോൾ ഇഷ്യൂ നടത്തുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ വർക്കിംഗ് നോട്ടിൽ പുതുതായിട്ട് എത്ര ഷെയർ കൊടുക്കണം എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വർക്കിംഗ് നോട്ടാണ് ചെയ്യേണ്ടത്. വർക്കിംഗ് നോട്ടിൽ എന്ത് ചെയ്യേണ്ടത്, പുതുതായിട്ട് നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുക, നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കുക കേട്ടോ. എന്നോടൊപ്പം തന്നെ ചെയ്യാൻ നോക്കുക. എന്താ കൊടുക്കണം, അതായത് ഇതിന്റെ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറിന്റെ എണ്ണം അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ ഇപ്പോൾ റെഡീം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എത്ര രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ്. ഓക്കെ, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന എത്ര രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ്, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി ലാസ്റ്റ് 2ാമത്തെ പാരഗ്രാഫ് നോക്കി നിങ്ങൾക്ക് കാണാം. എന്താണ് നോക്കി, ഡിബഞ്ചർ ഹോൾഡർ ഹാവിംഗ് 3000 ഡിബഞ്ചേഴ്സ് വാണ്ട് ടു എക്സൈസ് ദി ഓപ്ഷൻ ഇമീഡിയറ്റ്ലി. അപ്പൊ 3000 ഡിബഞ്ചേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ 3000 ഡിബഞ്ചറിന്റെ വില എത്രയാണ്, 3000 ഇൻറ്റു 100 ആണ് ശരിക്കും അതിന്റെ വില, കാരണം ഫേസ് വാല്യൂ അതാണ്. ഓക്കെ, അപ്പൊ റെഡീം ചെയ്യുന്നത് എന്താണ്, സാധാരണ നമ്മൾ ഈ ഫേസ് വാല്യൂ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്പർ ഓഫ് ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ പ്രോബ്ലത്തിലെ സിറ്റുവേഷൻ എന്താണ് ഞാൻ ഒന്നുകൂടി പറയാം. ഈ പ്രോബ്ലത്തിലെ സിറ്റുവേഷൻ എന്താണ്, ഇവിടെ നമ്മൾ ഡിബഞ്ചറിനെ ഇഷ്യൂ നടത്തിയത് അറ്റ് ഡിസ്കൗണ്ടിലാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ നടത്തിയ ഡിബഞ്ചറിനെ റിഡീം ചെയ്യുന്നത് അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടുള്ള 5 വർഷം കഴിഞ്ഞതിന് ശേഷമല്ല. ഓക്കെ, മെച്യൂരിറ്റി ഡേറ്റ് എന്താണ്, ക്വസ്റ്റ്യൻ കാണാം, ഡിബഞ്ചർ ആർ റെഡീമബിൾ അറ്റ് ദി എൻഡ് ഓഫ് 5 ഇയർ. ക്വസ്റ്റ്യൻ കാരണം നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം ഡിബഞ്ചർ റിഡീം ചെയ്യേണ്ടത് 5 വർഷത്തിന് ശേഷമാണ്. പക്ഷെ നമ്മൾ ഇവിടെ റിഡീം ചെയ്യുന്നത് 3ാമത്തെ വർഷമാണ്. അപ്പം എന്താണ്, എക്സ്പയറി ഡേറ്റിന് മുമ്പ്, മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് റിഡീം ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എത്ര രൂപയ്ക്കാണോ ഇഷ്യൂ നടത്തിയത് ആ രൂപയുടെ മുകളിലാണ് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്ന ഇക്വിറ്റി ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ നടത്തിയത് പോലെ ആയിത്തീരും. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്ന ഇക്വിറ്റി ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തത് പോലെയാകും. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 അത് അനുവദിക്കുന്നില്ല. അതായത് പുതുതായിട്ട് കൺവേർഷന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുവാൻ നമ്മുടെ കമ്പനീസ് ആക്ട് അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറിനെ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഇഷ്യൂ നടത്തിയതെങ്കിൽ ആ പ്രൈസിന്റെ മുകളിലാണ് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
അപ്പൊ ഇവിടെ 3000 × 100 എന്ന് പറയുന്നത് ആ ഷെയറിന്റെ എന്താണ്, നമുക്കറിയാം ആ ഷെയറിന്റെ ഫേസ് വാല്യൂ ആണ്. അത് മൈനസ് നമ്മൾ ഡിസ്കൗണ്ട് എത്രയാണ്, ഡിസ്കൗണ്ട് നമുക്കറിയാം 3000 × 10 കാരണം 90 രൂപയ്ക്കാണ് എന്ത് നമ്മൾ ഇവിടെ ഇഷ്യൂ നടത്തിയത് അല്ലേ. അപ്പം ഡിസ്കൗണ്ട് എത്രയായിരിക്കും, 100 രൂപ വിലയുള്ള ഡിബഞ്ചർ 90 രൂപയ്ക്ക് ഇഷ്യൂ നടത്തി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിസ്കൗണ്ട് എത്രയാണ്, 10 രൂപയാണ്. അപ്പം 3000 ഡിബഞ്ചറിന് 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നമുക്കറിയാം അല്ലെ. 3000 ഡിബഞ്ചറിന് 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അത് 30,000 ആയിരിക്കും. ദെൻ 3000 ഡിബഞ്ചറിന് 100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, അത് 3 ലക്ഷമായിരിക്കും, അറിയാലോ. അപ്പൊ ഇനി ഡിവൈഡ് ബൈ ആ കിട്ടിയ എമൗണ്ടിന് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട്, നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്ന ഇക്വിറ്റി ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ് കൊണ്ട്. അപ്പൊ ഇക്വിറ്റി ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ്, ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാല് എന്തല്ല, ഫേസ് വാല്യൂ അല്ല. ക്ലിയർ. ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫേസ് വാല്യൂ ചിലപ്പോൾ ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ ഫേസ് വാല്യൂ ആണ് ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ അറ്റ് പ്രീമിയം ആണെങ്കിൽ എന്താണ്, ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ആണ് ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ എന്താണ്, ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് ആണ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 3.5 എന്നാ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ ഫേസ് വാല്യൂ ആയിട്ടുള്ള 10, ദെൻ അത് മാത്രമാണോ, അല്ല, പ്ലസ് എന്താണ് പ്രീമിയം ആയിട്ടുള്ള 3.5. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്ത് വന്നു, 3000 × 100 എന്ന് പറയുമ്പോൾ എത്ര വരും, നമ്മൾ അതിനെ വീണ്ടും ചെയ്യാണ്. അപ്പം 3000 × 100 എന്ന് പറയുമ്പോൾ എത്ര വന്നു, 3 ലക്ഷം അല്ലെ. നോക്കാം, 3 ലക്ഷം മൈനസ് 3000 × 10 എത്രയാ, 30,000 ഡിവൈഡ് ബൈ 10 + 3.5 എന്ന് പറയുമ്പോൾ 13.5. ഓക്കെ. ദെൻ അതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ 2,70,000 ഡിവൈഡ് ബൈ 13.5. എത്രയായിരിക്കും ആൻസർ വരിക, ഒന്ന് ചെയ്ത് നോക്കി. ഈക്വൽ ടു 2,70,000 ഡിവൈഡ് ബൈ 13.5 ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 2000 ഇക്വിറ്റി ഷെയർസ് ആണ്. ഇവിടെ കമ്പനി 2000 ഇക്വിറ്റി ഷെയർസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ. 2000 ഇക്വിറ്റി ഷെയർസ് ആണ് ഈ 3000 ഡിബഞ്ചർ ഹോൾഡർക്ക് അല്ലെങ്കിൽ 3000 ഡിബഞ്ചേഴ്സിന് നൽകുന്നത്. ക്ലിയർ. അപ്പൊ 3000 ഡിബഞ്ചേഴ്സിന് 3000 ഡിബഞ്ചർ നൽകുന്നുണ്ട്, ഇക്വിറ്റി നൽകുന്നുണ്ടോ, ഇല്ല. എത്ര നൽകുന്നുള്ളൂ, 2000 ഇക്വിറ്റി നൽകുന്നുള്ളൂ. ക്ലിയർ. ഇനി നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോവാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രോബ്ലം, കൺവേർഷന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എത്ര ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ പുതിയതായിട്ട് നൽകുന്ന ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി, പുതിയതായിട്ട് നൽകുന്ന ഡിബഞ്ചർ ആണ് ഡിബഞ്ചർ, അതിന്റെ എണ്ണം എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിന്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെ. അതിന്റെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അന്ന് ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു അല്ലെ. എമൗണ്ട് പേയബിൾ അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ് ഓഫ് ന്യൂ ഷെയർസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടോ? എമൗണ്ട് പേയബിൾ ഓർ നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ് ഓഫ് ന്യൂ ഷെയർസ്. അതിന് നെറ്റ് പ്രൊസീഡ്സ് എപ്പോഴാണ് എടുക്കാന്ന് പറഞ്ഞിരുന്നു. നെറ്റ് പ്രൊസീഡ്സ് എപ്പോഴാണ് എടുക്കുക, നെറ്റ് പ്രൊസീഡ്സ് എടുക്കുന്നത് എപ്പോഴാണ്, നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ ഇഷ്യൂ നടത്തിയത് അറ്റ് ഡിസ്കൗണ്ടിലാണ് എങ്കിൽ അപ്പോഴാണ് നെറ്റ് പ്രൊസീഡ്സ് എടുക്കുക. നെറ്റ് പ്രൊസീഡ്സ് എന്നതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ഇഷ്യൂ നടത്തിയപ്പോൾ എന്ത് വിലയ്ക്കാണ് ഇഷ്യൂ നടത്തിയത് അതിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ. ഇവിടെ 2000 എന്താണ്, 2000 ഇക്വിറ്റി ഷെയർസ് ആണ് പുതുതായിട്ട് അവർക്ക് നൽകുന്നത് എന്ന് നമ്മൾ വർക്കിംഗ് നോട്ട് വഴി കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതവിടെ വെക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജേണൽ എൻട്രി ചെയ്താം. ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, എന്തിന്റെയൊക്കെ ജേണൽ എൻട്രി എന്നാണ് പറഞ്ഞത്, പാസ് ദ ജേണൽ എൻട്രീസ് ഫോർ ദി ഇഷ്യൂ. അപ്പോൾ ഇഷ്യൂ നടത്തിയ സമയത്തുള്ള ജേണൽ എൻട്രി എഴുതണം. ഇഷ്യൂ നടത്തിയ എന്നാണ് 2019 ജനുവരി 1, ആ ഡേറ്റിലെ ജേണൽ എൻട്രി എഴുതണം. കൂടാതെ എന്താണ്, ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ കൺവേർഷൻ, ഡിബഞ്ചറിന്റെ റിഡംഷൻ കൺവേർഷന്റെ ജേണൽ എൻട്രിയും എഴുതണം. അപ്പൊ ഇഷ്യൂ നടത്തിയ ജേണൽ എൻട്രി എഴുതണം, കൺവേർഷന്റെ ജേണൽ എൻട്രിയും നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ. ഇഷ്യൂ നടത്തിയതിന്റെ ജേണൽ എൻട്രി എഴുതണം, അതുപോലെ തന്നെ കൺവേർഷന്റെ ജേണൽ എൻട്രിയും എഴുതണം. യെസ്, 20,000 തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്.
ഞാൻ പറഞ്ഞ ചിലപ്പോൾ 2000 ആണെങ്കിൽ പോട്ടെ, ഞാൻ സ്ക്രീനിൽ കാണിച്ച 20,000 തന്നെയാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക, 20,000 ഡിബഞ്ചർ തന്നെയാണ്. യെസ്, അപ്പൊ 20,000 ഡിബഞ്ചർ ആണ് അവിടെ അവർക്ക് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. യെസ്, ഇനി നമ്മൾ നോക്കാം എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുന്നത് എന്നുള്ളത്. അപ്പൊ ഡേറ്റ്, ഫസ്റ്റ് ഡേറ്റ്, ഇഷ്യൂ നടത്തിയ ഡേറ്റ് എന്നാണ്? ഇഷ്യൂ നടത്തിയ ഡേറ്റ് 1 ജനുവരി അല്ലേ? ജനുവരി അല്ലേ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ഫസ്റ്റ് ജനുവരി 2019 അല്ലെ? അപ്പൊ 1/1/2019 ഡേറ്റ് കൊടുക്കാം. 1/1/2019 ഇഷ്യൂ നടക്കുന്നത്. അപ്പൊ ഇഷ്യൂ നടക്കുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നു അല്ലെ? അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുമ്പോൾ വലിയ വലിയ ബിസിനസ് ആയതുകൊണ്ട് ക്യാഷിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ടേം യൂസ് ചെയ്യുക, ബാങ്ക് എന്ന ടേമാണ് യൂസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ദെൻ നമുക്കറിയാം ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് എന്താണ്? അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് എത്ര രൂപയാണ് നമുക്ക് റിസീവ് ചെയ്തത് അതാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് റിസീവ് ചെയ്യുന്നത് എത്ര ഷെയർ ആണ്? എത്ര വിലയാണ്? 90 രൂപയാണ് അല്ലെ? 100 രൂപയാണ് ആ ഡിബഞ്ചറിന്റെ വില. പക്ഷെ നമ്മൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ നടത്തിയത്, അതുകൊണ്ട് നമുക്ക് റിസീവ് ചെയ്യുന്ന എത്ര രൂപയാണ്? 90 രൂപയാണ്. ക്ലിയർ? അപ്പം എത്ര ഡിബഞ്ചറാണ് ഇഷ്യൂ നടത്തിയത്? 10,000 ഡിബഞ്ചറാണ്. അപ്പൊ എമൗണ്ട് എത്ര ആയിരിക്കും? 10,000 ഇൻറ്റു 90 ആയിരിക്കും അല്ലെ? വിച്ച് മീൻസ് എത്രയായിരിക്കും? 9 lakh rupees ആയിരിക്കും അവിടെ നമുക്ക് വരിക. 9 lakh. ക്ലിയർ? ഇനി ഡിസ്കൗണ്ടിനായതുകൊണ്ട്, ഇഷ്യൂ ആയിട്ട് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ലോസ് ആണ്. അപ്പോൾ ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ് എന്നാണ് നമ്മുടെ റോള്. അതുകൊണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ, ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വന്ന ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, അതിനെന്തെങ്കിലും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിബഞ്ചറിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഡിസ്കൗണ്ട് എമൗണ്ട് ഒരു എന്താണ്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ ഒരു ലോസ് ആണ്. ആ ലോസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആ ലോസ് എത്രയാണ്? ഒരു 10 രൂപയാണ് നമുക്കിവിടെ ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് അല്ലെ? അപ്പോൾ 10,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 lakh ആണ് നമുക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് അല്ലെ? ദെൻ 2, അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 2 എന്താ എഴുതേണ്ടത്? 2 പറയൂ, എന്താ എത്ര പെർസെന്റ് ഡിബഞ്ചറാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നോക്കൂ, എത്ര പെർസെന്റ് ഡിബഞ്ചർ ആണ്? 12% ഡിബഞ്ചർ അല്ലെ? അപ്പൊ നേരെ എഴുതുക 12% ഡിബഞ്ചർ അക്കൗണ്ട്, 12% ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, എത്ര എഴുതണം? മൊത്തത്തിൽ ഡിബഞ്ചറിന്റെ നേരെ എഴുതുമ്പോൾ എപ്പോഴും എന്താ എഴുതേണ്ടത്? ഫേസ് വാല്യൂ ആണ് എഴുതേണ്ടത് അല്ലെ? ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. അപ്പൊ 10,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ലക്ഷം അല്ലെ? 10,000 ഇൻറ്റു 100. അപ്പൊ അതാണ് അതിന്റെ നേരെ എഴുതേണ്ടത്. അപ്പൊ എന്താ നരേഷൻ കൊടുക്കുക? നരേഷൻ കൊടുക്കുന്നത് എന്താണ്? ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അല്ലെ? അറ്റ് റുപ്പീസ്, ഇഷ്യൂ ഓഫ് 10,000 ഡിബഞ്ചർ ഓഫ് റുപ്പീസ് 100 ഈച്ച് അറ്റ് 90 ഈച്ച് അല്ലെ? അതായത് 100 രൂപ വില ഉണ്ടായിരുന്ന ഡിബഞ്ചർ, 10,000 ഡിബഞ്ചർ നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 90 രൂപയ്ക്ക് വിറ്റു എന്നാണ് അർത്ഥം. അപ്പൊ നരേഷൻ കൊടുക്കണം കേട്ടോ. ഏതൊരു ചാനലിലേക്ക് നരേഷൻ കൊടുക്കുക. അപ്പൊ നരേഷൻ കൊടുക്കുക എന്നുള്ള അത് അതല്ല നമ്മളവിടെ പഠിക്കുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ഒരു ശീലമാണ്. നരേഷൻ, ജേർണൽ എൻട്രി നരേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നരേഷൻ കൊടുക്കണം. എന്താണ് ഇഷ്യൂ ഓഫ്? നരേഷൻ എന്താ? ഇഷ്യൂ ഓഫ് 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച് അറ്റ് 90 ഈച്ച്. 100 രൂപ വരെയുള്ള 10,000 ഡിബഞ്ചർ 90 രൂപയ്ക്ക് ഇഷ്യൂ നടത്തി എന്നാണ് ഇതിനർത്ഥം. ക്ലിയർ? ഇനി രണ്ടാമത് ജേർണൽ എൻട്രി എന്താണ്? സെക്കൻഡ് ജേർണൽ എൻട്രി. സെക്കൻഡ് ജേർണൽ എൻട്രി നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? ഇവിടെ നമ്മൾ 3 വർഷം, നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ റെഡീം ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ 3 വർഷം കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിബഞ്ചറിനെ നമ്മൾ റെഡീം ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു 3ാമത്തെ വർഷം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 3ാമത്തെ വർഷം നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. എത്ര ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ? 3000 ഡിബഞ്ചറിനെ നമ്മളിവിടെ 3ാമത്തെ വർഷം കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. 3000 ഡിബഞ്ചറിനെ. ക്ലിയർ? 3000 ഡിബഞ്ചറിനെ നമ്മൾ 3ാമത്തെ വർഷം ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ? ക്ലിയർ ആണല്ലോ? ഇനി അതില് 5 വർഷം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ റെഡീം ചെയ്യണം. 3000 ഡിബഞ്ചറിനെയാണ് നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്.
അപ്പൊ നമ്മൾ ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ട ജേണൽ എൻട്രി ഡേറ്റ് എന്നാ നോക്കുക ആദ്യം. അപ്പൊ ശരിക്കും ഇവിടെ ഡ്യൂ ആക്കുന്ന ഒരു എൻട്രി എഴുതണം, ഡ്യൂ ആക്കിയതിനു ശേഷം അതിനെ കൺവേർട്ട് ചെയ്യുന്ന എൻട്രി എഴുതണം. അപ്പൊ അങ്ങനെ തന്നെ ഇവിടെ നമ്മുടെ ജസ്റ്റ് എന്ത് മാത്രം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ ക്വസ്റ്റ്യനില്, എന്താണ് ജേണൽ എൻട്രി ഫോർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചർ ബൈ കൺവേർഷൻ, കൺവേർഷന്റെ എൻട്രി മാത്രമേ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് എഴുതിയാൽ മതി. അപ്പം ഡേറ്റ് നോക്കുക. ഡേറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഡേറ്റ് തെറ്റാണ്. 2020 ആഗസ്റ്റ് 1 അവർ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഡേറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം നോക്കി പഠിക്കുന്നവരുണ്ടെങ്കിൽ ആ ഡേറ്റ് തെറ്റാണ്. എന്തുകൊണ്ട് ഡേറ്റ് തെറ്റാണ്? കാരണം 2019 ജനുവരിയിൽ ആണ് എന്ത് ഇഷ്യൂ നടക്കുന്നത്. അത് കഴിഞ്ഞ് 3 വർഷം എന്ന് പറയുമ്പോൾ 2022 വരേണ്ടത് അല്ലേ? അപ്പൊ 2022 വരേണ്ട 2020 കൊടുത്തത്. പിന്നെ ഓഗസ്റ്റ് എന്നുള്ള മാസത്തിന്റെ കണക്ക് എങ്ങനെ വന്നു? അപ്പൊ അതൊന്നും ശരിയല്ല. അപ്പൊ ടെസ്റ്റിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവിടെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. അപ്പൊ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് 31 ലാസ്റ്റ് ഡേറ്റ് ആണ് കൊടുക്കണം. 31/12/2022 ആയിരിക്കും ഡേറ്റ് വരിക. ഓക്കെ, ക്ലിയർ? ഡേറ്റ് എങ്ങനെ വന്നെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. 31/12/2022. അപ്പൊ അവിടുത്തെ ജേണൽ എന്തായിരിക്കും വരിക? ആ ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് നൽകാനുണ്ട് ഇത്ര ഡിബഞ്ചർ, ഇവർക്ക് ആർക്ക്? ഡിബഞ്ചർ ഹോൾഡർക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഡിബഞ്ചർ ഹോൾഡർക്ക് ഇത്ര കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം എഴുതണം അല്ലേ? ആദ്യം എഴുതണ്ടേ? അപ്പൊ അത് എഴുതാനുള്ള എൻട്രി എന്താണ്? അത് നമുക്ക് അങ്ങനെ എഴുതി 2 ആക്കി എഴുതാം, അല്ലെങ്കിൽ സിംഗിൾ ആക്കി എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ജസ്റ്റ് അങ്ങനെ എഴുതാനുള്ള എൻട്രി എന്താ എഴുതുക? പറയൂ. ഏത് ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, ഏത് ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതായത് ഓൾഡ് ഡിബഞ്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓൾഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് 3000 12% ഡിബഞ്ചർ ആണ് ഈ ക്വസ്റ്റ്യനിലെ ഓൾഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ആ 3000 ഡിബഞ്ചറിന്റെ ഡിസ്കൗണ്ട് വാല്യൂ ഉണ്ട്. ആ ഡിസ്കൗണ്ട് വാല്യൂവിനെ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? 3000 അല്ല, മൊത്തത്തിൽ 14 ഡിബഞ്ചറിന്റെ ഡിസ്കൗണ്ട് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ട്? നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാത്ത ആ വാല്യൂവിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ജേണൽ എൻട്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ടു ഡിസ്കൗണ്ട് റേഷ്യോ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതണം. എന്നിട്ട് അതിന് നേരെ എന്ത് എഴുതണം? 3000 ഡിബഞ്ചറിന്റെ ഡിസ്കൗണ്ട് വാല്യൂ എഴുതണം. ക്ലിയർ? ദെൻ പിന്നെ ഇവിടെ എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? ആർക്കാണ്? ഡിബഞ്ചർ ഹോൾഡർക്കാണ് കൊടുക്കുന്നത് അല്ലെ? ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് എന്നും എഴുതണം. ഓക്കെ, ആ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ടിൽ അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം. എൻട്രി എന്ന ടെക്സ്റ്റ് ബുക്കിൽ അവർ എന്താണ് ഡ്യൂ എൻട്രി എഴുതിയിട്ടില്ല. പക്ഷെ ഡ്യൂ എൻട്രി എഴുതി ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. നമുക്ക് ജേണൽ എൻട്രി പഠിപ്പിച്ചത് അങ്ങനെയാണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അത് എഴുതിയിട്ടില്ല. അപ്പൊ അത് ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണ്. എല്ലാം ടെക്സ്റ്റ് എല്ലാം കറക്റ്റ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പൊ എൻട്രി എഴുതേണ്ട എന്താണ്? 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതുന്നത് എഴുതി. ഓക്കെ, അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് എത്രയാണ്? നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് എന്ത് വാല്യൂ ആണ്? എത്ര ഡിബഞ്ചറിനെയാണ് നമ്മളിപ്പോ റെഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത്? 3000 ഡിബഞ്ചറിനെയാണ് അല്ലെ? 3000 ഡിബഞ്ചർ. ആ ഡിബഞ്ചറിന്റെ വാല്യൂ എത്രയാണ്? 3000 ഡിബഞ്ചറിനാണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലായല്ലോ. എവിടെ ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. The debenture holder having 3000 debentures want to exercise the option immediately on expiry of 3 years. 3000 ഡിബഞ്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? 3000 ഡിബഞ്ചർ. ഒരു ഡിബഞ്ചറിന്റെ വില 100. അപ്പൊ 3000 ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ? 3000 ഇൻറ്റു 100. അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് അതാണ്. ക്ലിയർ? ഇനി ഇവിടെ ഇഷ്യൂ റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് അല്ലെങ്കിൽ കൺവേർഷൻ അറ്റ് പ്രീമിയം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ടു എഴുതുക. ടു എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഈ ഇഷ്യൂ നടത്തിയ ഡിബഞ്ചർ ഡിസ്കൗണ്ടിലായതുകൊണ്ട് നേരത്തെ ഈ ഡിസ്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ഡിസ്കൗണ്ടിനെ ഇനി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കാരണം ആ ഡിബഞ്ചറിനെ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. നമ്മൾ ആ ഡിബഞ്ചറിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെബിറ്റ് ചെയ്തു. നേരത്തെ ഡിബഞ്ചർ എവിടെയായിരുന്നു? ക്രെഡിറ്റിലായിരുന്നു. ആ ക്രെഡിറ്റിലായ ഡിബഞ്ചറിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പം എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യണം?
ഡെബിറ്റിൽ ഉണ്ടായിരുന്ന ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ നമ്മൾ ഇനി ഇവിടെ ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി അതിനെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അപ്പൊ എന്താ എൻട്രി ചെയ്തുക, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതുക. ഓക്കെ, ദെൻ അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് എത്രയാണ്, 1 lakh ആണോ എഴുതേണ്ടത്? അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് 1 lakh ആണോ? അല്ല. എത്രയാണ് നമ്മുടെ ഡിസ്കൗണ്ട് എമൗണ്ട്? ഒരു ഷെയറിന് 10 രൂപയാണ്. ഒരു ഷെയറിന് 10 രൂപയാണ് ഡിസ്കൗണ്ട്. അത് നമുക്കറിയാം. കാരണം എന്താണ്, 90 ഇഷ്യൂ പ്രൈസ്, ഫേസ് വാല്യൂ 100. അപ്പോൾ ഒരു ഷെയറിന് എന്താണ് 10 രൂപയാണ് ഡിസ്കൗണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എത്ര ഷെയർ ആണ്? 3000 ഷെയർ ആണ്. അപ്പൊ ഡിസ്കൗണ്ട് 3000 ഷെയറിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് എത്രയായിരിക്കും? 3000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 30,000 ആയിരിക്കും. എഴുതേണ്ട കോളം മാറിപ്പോയി. കോളം എവിടെയാണ്? ക്രെഡിറ്റ് അല്ലേ, അപ്പൊ അപ്പുറത്താണ് എഴുതേണ്ടത് കേട്ടോ. 30,000. ദെൻ 2 ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കുന്നത് എത്രയാണ്? 2. ഇനി ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ടെന്ന് പറയണ്ടേ? അപ്പൊ ഡിബഞ്ചർ ഹോൾഡർക്ക് എത്ര രൂപയുടെ പുതിയ ഷെയറാണ് കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡർക്ക്? 2,70,000 പുതിയ 2,70,000 രൂപയ്ക്കുള്ള ഇക്വിറ്റി ഷെയർ ആണ് ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ട് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? വർക്കിംഗ് നോട്ട് നോക്കിയേ, വർക്കിംഗ് നോട്ടിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 2,70,000 ഡിവൈഡ് ബൈ 13.5. അപ്പൊ 2,70,000 രൂപയ്ക്കുള്ള ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് ഡിബഞ്ചർ ഹോൾഡർക്ക് നൽകുന്ന എമൗണ്ട് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 എന്ത് എഴുതേണ്ട, നേരെ 2 ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അല്ലെ, 2 ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. ഇത് നേരെ എഴുതേണ്ടത് ഒന്നിക്ക് നമുക്ക് എന്ത് നോക്കിയാൽ മതി, ഇവിടെ 3 ലക്ഷം വന്നു, ഇവിടെ 30,000 വന്നിട്ടുള്ളൂ. ആ ഡിഫറൻസ് എത്രയാണ്? 2,70,000 ആണ്. അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഈ ഡിബഞ്ചർ ഹോൾഡർക്ക് നമ്മൾ 2,70,000 രൂപയ്ക്കുള്ള ഇക്വിറ്റി ഷെയർ നൽകുന്നുള്ളൂ എന്ന് നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ട് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ആ എമൗണ്ട് ഇവിടെ എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ എങ്ങനെ ആയാലും ഇവിടെ ടാലിയായി. ഇപ്പൊ നരേഷൻ കൊടുക്കാൻ നരേഷൻ എന്താണ്? റിഡംഷൻ ഡ്യൂ അല്ലെ? നരേഷൻ കൊടുക്കേണ്ട എന്താണ്? റിഡംഷൻ ഡ്യൂ അല്ലേ? റിഡംഷൻ ഡ്യൂ ആർക്കാണ്? ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡർ. ഡിബഞ്ചർ ഹോൾഡർക്ക് എന്ത് റിഡംഷൻ ഡ്യൂ ആയി? റിഡംഷൻ ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡർ. ക്ലിയർ? ഇതാണ് അവിടെ നരേഷന് വരിക. ഇനി എന്ത് ചെയ്യണം? ഡ്യൂ ആക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പേയ്മെന്റ് ആണ് നടത്തേണ്ടത്. കാരണം എന്താണ്? ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ക്യാഷ് കൊടുക്കുന്നില്ല. ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് എന്താക്കണം? ക്യാഷ് കൊടുക്കുന്നില്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്? പുതിയൊരു ഇക്വിറ്റി ഷെയർ ആണ് നൽകുന്നത് അല്ലെ? അതുകൊണ്ടല്ല അതിന്റെ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് എഴുതണം? ഡിബഞ്ചർ ഹോൾഡർക്ക് ഈ 2,70,000 രൂപയ്ക്കുള്ള ഇക്വിറ്റി ഷെയർ നൽകണം. അപ്പൊ അതിനുള്ള എൻട്രി ആണ് എഴുതേണ്ടത്. എന്താ എൻട്രി? ഇപ്പോൾ നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയിൽ ഡിബഞ്ചർ ഹോൾഡർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇനി ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത ഡിബഞ്ചറെ ക്യാൻസൽ ചെയ്യാണ്. അത് ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയാണ്. പക്ഷെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. എന്താ കൊടുക്കുന്നുള്ളൂ? ഇക്വിറ്റി ഷെയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്താണ്? ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ അല്ലെ? എന്താ എൻട്രി വരിക? ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ. ദെൻ എത്രയാണ് കൊടുക്കുന്നത്? അത് നമ്മൾ തൊട്ട് മുമ്പത്തെ എൻട്രിയിലുണ്ട് അല്ലെ? 2,70,000 ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ 2,70,000. ദെൻ 2 അയാൾക്ക് കൊടുക്കുന്ന എന്താണ്? ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയറിന്റെ വില നമുക്കറിയാം. 2 എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 2 ഇക്വിറ്റി ഷെയർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? എത്ര ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് കൊടുക്കുന്നത്? ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 2,70,000 രൂപ ആർക്ക് കൊടുക്കണം? ശരിക്കും ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കണം. 2,70,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20,000 ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ നൽകുന്നത്. 20,000 ഇക്വിറ്റി ഷെയർ ആണ് അതിനു വേണ്ടി നൽകുന്നത്. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് നേരെ എഴുതേണ്ട എത്രയാണ്? 20,000 ഇക്വിറ്റി ഷെയർ ആണ് നൽകുന്നത്. അതുകൊണ്ട് എമൗണ്ട് കണ്ടുപിടിക്കുക. 20,000 ഇൻറ്റു
ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില എത്രയാണ്? അതിന് നേരെ എഴുതുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ, ഡിബഞ്ചർ ഇതിനൊക്കെ നേരെ എഴുതുന്ന സമയത്ത് ഫേസ് വാല്യൂ എഴുതാൻ പാടുള്ളൂ. ഇവിടെ ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 10 രൂപയാണ് അല്ലെ? ഇപ്പൊ 20,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ലക്ഷം വരും അല്ലെ? 20,000 ഇൻറ്റു 10 അപ്പൊ അവിടെ 2 ലക്ഷം വരും. ദെൻ ഇനി അപ്പോൾ നമുക്ക് കാണാം അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണ്? ആ ഡിഫറൻസ് സെക്യൂരിറ്റി പ്രീമിയം ആണ്. അതും ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എത്രയാ സെക്യൂരിറ്റി പ്രീമിയം? സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് ഒരു ഷെയറിന് 3 രൂപയാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 3 രൂപയാണ്, 3 അല്ല 3 രൂപ. അപ്പൊ നമ്മൾ എന്താ ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് എഴുതുക. ടു സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, ഒരു ഷെയറിന് 3.5 രൂപയാണ് എന്ന് ക്വസ്റ്റ്യനിൽ നമ്മോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷെയറിന്റെ എണ്ണം നമുക്കറിയാം എത്രയാണ്? 20,000 ഷെയർ ആണ്. 20,000 ഇൻറ്റു ഒരു ഷെയറിന്റെ വില എത്രയാണ്? 3.5 ആണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ഡിഫറൻസ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര ഡിഫറൻസ്? നമുക്ക് ആൻസർ നോക്കിയാൽ കാണാം അല്ലേ? കാരണം ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2,70,70,000 എഴുതി. നമ്മൾ നൽകുന്ന ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ 2 ലക്ഷം ഉള്ളൂ. അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം എത്രയായിരിക്കും? 70,000 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്തത് ശരിയാണോ നമുക്ക് ഉറപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി? ശരിക്കും മാത്തമാറ്റിക്കലി തന്നെ കറക്റ്റ് ആണെന്ന് നോക്കുക. എത്രയാണ്? നമ്മൾ പുതുതായിട്ട് നൽകുന്ന ഇക്വിറ്റി ഷെയറിന്റെ എണ്ണം 20,000 ആണ്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ പ്രീമിയം എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 3.5 ആണ്. അപ്പം 20,000 ഇൻറ്റു 3.5 എത്ര വരുന്നത്? 70,000 തന്നെ വരുന്നത്. അപ്പൊ എന്തായി? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി. അതിനർത്ഥം നമ്മൾ ചെയ്തത് എന്താണ്? ശരി തന്നെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നരേഷൻ എന്താ? നരേഷൻ കൊടുക്കുക എന്താണ്? റിഡംഷൻ ബൈ കൺവേർഷൻ അല്ലെ? അല്ലെങ്കിൽ എന്താണ്? 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് 13.5 ടു ബി ഇഷ്യൂഡ് ടു 3,000 ഡിബഞ്ചർ ഹോൾഡേഴ്സ്. 3,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തു? 3,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തു? 20,000 ഇക്വിറ്റി ഷെയർ 10 രൂപ വിലയുള്ളത് 13 രൂപയ്ക്ക് ഇഷ്യൂ നടത്തി എന്നാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലെ? അത് നരേഷനായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നരേഷൻ കൊടുക്കുക. എന്താ നരേഷൻ കൊടുക്കേണ്ടത്? 20,000 ഇക്വിറ്റി ഷെയർ 10 രൂപ വിലയുള്ളത് അല്ലെ? 20,000 ഇക്വിറ്റി ഷെയർ 10 രൂപ വിലയുള്ളത് 13 രൂപയ്ക്ക് 3,000 ഡിബഞ്ചർ ഹോൾഡർക്ക് ഇഷ്യൂ നടത്തി. അതാണ് ഇവിടെ നരേഷനായിട്ട് എഴുതേണ്ടത്. അപ്പൊ നരേഷൻ എങ്ങനെ എഴുതി? ഇഷ്യൂ ഓഫ് 20,000 ഇക്വിറ്റി ഷെയർസ് 10 ഈച്ച് അറ്റ് 13.5 ടു ദി ഹോൾഡർ ഓഫ് 3,000 ഡിബഞ്ചേഴ്സ്. അതിനർത്ഥം എന്താണ്? 20,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപ വിലയുള്ളത് എന്ത് ചെയ്ത് 3,000 ഡിബഞ്ചർ ഹോൾഡർക്ക് ഇഷ്യൂ നടത്തി. എത്ര രൂപയ്ക്ക്? 13 രൂപയ്ക്ക് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു റിഡംഷൻ ബൈ കൺവേർഷൻ എന്നുള്ള ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് വരുന്ന എൻട്രീസ്. അപ്പൊ ടെക്സ്റ്റ് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും മാറിയിട്ട് കുറച്ച് കറക്ഷൻസ് ഉണ്ട്. ആ കറക്ഷൻസ് ഞാൻ ഈ ജേർണൽ എൻട്രി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കറക്ഷൻസ് വരുത്തി നിങ്ങൾ നോട്ടിൽ എഴുതുക. കാരണം ടെക്സ്റ്റിൽ ഒന്നാമത്തെ കറക്ഷൻ ടെക്സ്റ്റിൽ എന്താണ്? ഡേറ്റ് തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ് അവര് 2019 ഇഷ്യൂ നടത്തിയ ഡേറ്റ് കറക്റ്റ് ആണ്. പക്ഷെ റെഡീം ചെയ്യുന്ന ഡേറ്റ് അവർ തെറ്റിച്ച കൊടുത്തത്. ആഗസ്റ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് 3 വർഷം എന്ന് പറയുമ്പോൾ 2019 3 വർഷം കഴിയുമ്പോൾ 2022 വരേണ്ടത്. അപ്പൊ അത് തെറ്റാണ്. ഒന്ന്. രണ്ടാമത്തെ അവിടെ ഇഷ്യൂ നടത്തിയ സമയത്ത് ഉള്ള എൻട്രി എഴുതി. പക്ഷെ റിഡംഷൻ എന്താണ് ഡ്യൂ ആക്കാനുള്ള എൻട്രി അവർ എഴുതിയിട്ടില്ല. അവർ തെറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, അവരത് ഒരുമിച്ച് ഒറ്റ എൻട്രിയിലാണ് ഒതുക്കി. അങ്ങനെ നമുക്ക് ഒറ്റ എൻട്രിയിൽ ഒതുക്കാം. കാരണം എന്താണ്? അങ്ങനെ ഇതിന്റെ തെറ്റില്ല. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പഠിച്ചത് എന്താണ്? 2 എൻട്രി ആക്കി ചെയ്യാൻ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് നോട്ടിൽ വേറെ എൻട്രീസ് പഠിച്ചു, പ്രോബ്ലം ചെയ്യുമ്പോൾ വേറെ രീതിയിൽ എഴുതുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ നോട്ടിൽ എഴുതി പഠിച്ച അതേ എൻട്രി തന്നെ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നത്. അവർ ചെയ്തതിൽ ആക്ച്വലി ഫാക്ച്വൽ പ്രകാരം തെറ്റാണെന്ന് വെച്ചാൽ തെറ്റല്ല ആ എൻട്രി. കാരണം എന്താണ്? ആ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടെക്സ്റ്റിലുള്ള എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിബഞ്ചർ ഹോൾഡർ ക്യാൻസൽ ചെയ്തു. ഈ 2 ഡിബഞ്ചർ ഹോൾഡർ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. എന്താണ്? 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഡെബിറ്റും ഒരു ഡെബിറ്റും ക്രെഡിറ്റും വന്നു കഴിഞ്ഞാൽ അല്ലെ, ഒന്നിന് ഒരു ഡെബിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് ക്യാൻസൽ ആയി, 0 ആയി. അപ്പൊ ഈ എൻട്രി രണ്ടും എന്താണ്? ശരിക്കും 2 എൻട്രിയിലൂടെ ഇല്ലാതാവുകയാണ് ഡിബഞ്ചർ ഹോൾഡർ. അപ്പൊ ആ ഡിബഞ്ചർ ഹോൾഡർ അവിടെ കാണിച്ചില്ല എന്നുള്ളൂ, അവിടെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത്രയധികം നിങ്ങൾ ചിന്തിച്ച് കൺഫ്യൂഷൻ ആവണ്ട. കാരണം നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുള്ള അതേ രീതിയിൽ തന്നെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ മതി.
അപ്പൊ അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ജേർണൽ എൻട്രീസ് വരിക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വീഡിയോ ക്ലാസ് ഒന്നും കൂടി നിങ്ങൾ കണ്ടതിന് ശേഷം ആ പ്രോബ്ലം ഒന്നും കൂടി വായിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രോബ്ലത്തിൽ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണ്. അതുപോലെ തന്നെ റിഡംഷൻ എന്താണ്, മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് റെഡീം ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, റിഡംഷൻ ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ് ആണ്. കാരണം 5 വർഷം ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ കാണാം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ റെഡീം ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞത്. പക്ഷെ ആ ഡിബഞ്ചറിന് എന്ത് ചെയ്തു, 3 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ബിഫോർ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് കൺവേർട്ട് ചെയ്യുമ്പോൾ അതുപോലെ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ടഡ് ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ടഡ് പ്രൈസ്, അതായത് ഇഷ്യൂ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ ഇഷ്യൂ നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ഡിസ്കൗണ്ടഡ് പ്രൈസിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പുതുതായിട്ട് നൽകുന്ന ഇക്വിറ്റി ഷെയർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തത് പോലെയാകും. അങ്ങനെ ആകുന്നത് എന്താണ്, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ മനസ്സിലാക്കി വെക്കുക. ഒരു പ്രോബ്ലം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. ആ പ്രോബ്ലത്തിന്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത ദിവസം അയച്ചു തരുന്നുണ്ട്. ഓക്കെ, ശരി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ശരി കേട്ടോ.